സക്സസ് ഫയലിലേക്ക് സ്വാഗതം. ഒരു ക്വിക്ക് റിവിഷനാണ് ഇന്നത്തെ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. സെലക്ട് ചെയ്തിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട 100 ചോദ്യങ്ങളാണ്. അപ്പോൾ ആൻസേഴ്സ് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോൾ തന്നെ ഉത്തരങ്ങൾ കിട്ടുന്നുണ്ടോ എന്ന് സ്വയം ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, നാഷണൽ എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്നറിയപ്പെട്ട വിദ്യാഭ്യാസ കമ്മീഷൻ. നാഷണൽ എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്നറിയപ്പെട്ട വിദ്യാഭ്യാസ കമ്മീഷൻ ഏത്? കോത്താരി കമ്മീഷനാണ്. കോത്താരി കമ്മീഷനാണ് നാഷണൽ എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്ന് അറിയപ്പെട്ട വിദ്യാഭ്യാസ കമ്മീഷൻ. കോത്താരി കമ്മീഷൻ. നിലവിലുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് പുതിയ സംസ്ഥാനങ്ങൾ രൂപവൽക്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട ഭരണഘടനയിലെ അനുച്ഛേദം ഏത്? നിലവിലുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് പുതിയ സംസ്ഥാനങ്ങൾ രൂപവൽക്കരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഭരണഘടനയിലെ അനുച്ഛേദം ഏതാണ്? അനുച്ഛേദം 3 അനുച്ഛേദം 3. പഞ്ചനദികൾ എന്നറിയപ്പെടുന്ന ബിയാസ്, സത്ലജ്, ജലം, ചെനാബ്, റവി എന്നിവ ഏത് നദിയുടെ പോഷക നദികളാണ്? അപ്പൊ പഞ്ചനദികൾ എന്നറിയപ്പെടുന്നത് ഏതൊക്കെയാണ്? ബിയാസ്, സത്ലജ്, ജലം, ചെനാബ്, റവി എന്നീ നദികളാണ് പഞ്ചനദികൾ എന്ന് അറിയപ്പെടുന്നത്. ഈ പഞ്ചനദികൾ ഏത് നദിയുടെ പോഷക നദികളാണ് എന്നതാണ് ഇവിടുത്തെ ചോദ്യം. ഉത്തരം സിന്ധു നദിയാണ്. സിന്ധു നദിയാണ് പഞ്ചനദികൾ എന്നറിയപ്പെടുന്ന ബിയാസ് നദി, സത്ലജ് നദി, ജലം, ചെനാബ്, റവി എന്നിവ സിന്ധു നദിയുടെ പോഷക നദികളാണ്. ഇന്ദിരാഗാന്ധി കനാലിന്റെ പഴയ പേര്. ഇന്ദിരാഗാന്ധി കനാലിന്റെ പഴയ പേര് രാജസ്ഥാൻ കനാൽ. രാജസ്ഥാൻ കനാൽ. പരിചയമുള്ള വസ്തുക്കളുടെ പേര് കേൾക്കുമ്പോൾ തന്നെ അതിൻ്റെ ചിത്രം മനസ്സിൽ തെളിയിക്കുന്ന സെറിബ്രത്തിലെ ഭാഗം ഏത്? പരിചയമുള്ള ഒരു വസ്തുക്കളുടെ പേര് കേൾക്കുമ്പോൾ തന്നെ അതിൻ്റെ ചിത്രം മനസ്സിൽ തെളിയിക്കുന്ന സെറിബ്രത്തിലെ ഭാഗമാണ് വെർണക്സ് ഏരിയ. വെർണക്സ് ഏരിയ. കേരളത്തിലെ ഏക മയിൽ സംരക്ഷണ കേന്ദ്രമായ ചൂലന്നൂർ മയിൽ സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല. അപ്പൊ കേരളത്തിലെ ഏക മയിൽ സംരക്ഷണ കേന്ദ്രം ഏതാണ്? ചൂലന്നൂർ മയിൽ സംരക്ഷണ കേന്ദ്രമാണ്. ചൂലന്നൂർ മയിൽ സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതെന്ന് ചോദിച്ചാൽ അത് പാലക്കാട് ജില്ലയാണ്. പാലക്കാട്. രക്തബാങ്കുകളിൽ രക്തം കട്ടപിടിക്കാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ഏത്? രക്തബാങ്കുകളിൽ രക്തം കട്ടപിടിക്കാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണ്? സോഡിയം സിട്രേറ്റ് ആണ്. സോഡിയം സിട്രേറ്റ്. നാഗന്മാരുടെ റാണി എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് ആരെയാണ്? നാഗന്മാരുടെ റാണി. നാഗന്മാരുടെ റാണി എന്നറിയപ്പെട്ടത് റാണി ഗൈഡിലിയു ആണ്. റാണി ഗൈഡിലിയു. അപ്പൊ റാണി ഗൈഡിലിയുവിനെ നാഗന്മാരുടെ റാണി എന്ന് വിശേഷിപ്പിച്ചത് ആരെ എന്ന് ചോദിച്ചാലോ ജവഹർലാൽ നെഹ്റു ആണ്. നാഗന്മാരുടെ റാണി എന്നറിയപ്പെട്ടത് റാണി ഗൈഡിലിയു ആണ്. അങ്ങനെ വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. പഴുത്ത തക്കാളിക്ക് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണവസ്തു ഏതാണ്? പഴുത്ത തക്കാളിക്ക് ചുവപ്പ് നിറം നൽകുന്നത് ലൈക്കോപ്പീൻ ആണ്. ലൈക്കോപ്പീൻ. ലൈക്കോപ്പീൻ എന്ന വർണ്ണവസ്തുവാണ് പഴുത്ത തക്കാളിക്ക് ചുവപ്പ് നിറം നൽകുന്നത്. ലൈക്കോപ്പീൻ. പീപ്പിൾസ് പൊളിറ്റിക്കൽ ഫ്രണ്ട് എന്ന രാഷ്ട്രീയ പാർട്ടി സ്ഥാപിച്ച പരിസ്ഥിതി പ്രവർത്തക. രാഷ്ട്രീയ പാർട്ടിയുടെ പേര് പീപ്പിൾസ് പൊളിറ്റിക്കൽ ഫ്രണ്ട്. പീപ്പിൾസ് പൊളിറ്റിക്കൽ ഫ്രണ്ട് സ്ഥാപിച്ചത് ആരാണ്? മേധാ പട്കർ ആണ്. മേധാ പട്കർ. ഏത് പർവ്വതത്തെ ചുറ്റിയാണ് ബ്രഹ്മപുത്ര നദി ഇന്ത്യയിൽ പ്രവേശിക്കുന്നത്? ഏത് പർവ്വതത്തെ ചുറ്റിയാണ് ബ്രഹ്മപുത്ര നദി ഇന്ത്യയിൽ പ്രവേശിക്കുന്നത്? നഞ്ചബർവയാണ്. നഞ്ചബർവയെ ചുറ്റിയാണ് ബ്രഹ്മപുത്ര നദി ഇന്ത്യയിൽ പ്രവേശിക്കുന്നത്. നഞ്ചബർവ. കച്ചമണി എന്ന ആഭരണം ധരിക്കുന്നത് ഏത് കലാരൂപത്തിലാണ്? കച്ചമണി എന്ന ആഭരണം ധരിക്കുന്നത് ഏത് കലാരൂപത്തിലാണ്? കഥകളിയിലാണ്. കച്ചമണി എന്ന ആഭരണം ധരിക്കുന്നത് ഏത് കലാരൂപത്തിലാണ്? കഥകളി. മാനസ ചാബല്യം ആരുടെ കൃതിയാണ്? മാനസ ചാബല്യം എന്നത് ആരുടെ കൃതിയാണ്? വാഗ്ഭടാനന്ദൻ്റെതാണ്. വാഗ്ഭടാനന്ദൻ്റെ കൃതിയാണ് മാനസ ചാബല്യം.
നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്ന മുദ്രാവാക്യമായി സ്വീകരിച്ച സംഘടന. നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്നത് മുദ്രാവാക്യമായിട്ട് സ്വീകരിച്ച സംഘടനയാണ് യോഗക്ഷേമ സഭ. നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്നത് മുദ്രാവാക്യമായിട്ട് സ്വീകരിച്ച സംഘടന ഏതാണ്? യോഗക്ഷേമ സഭയാണ്. നബാർഡിന്റെ ആസ്ഥാനം. നബാർഡിന്റെ ആസ്ഥാനം മുംബൈയാണ്. നബാർഡിന്റെ ആസ്ഥാനം മുംബൈ. 180 ഡിഗ്രി രേഖാംശ രേഖ അറിയപ്പെടുന്ന പേര്. 180 ഡിഗ്രി രേഖാംശം അറിയപ്പെടുന്നത് അന്താരാഷ്ട്ര ദിനാങ്ക രേഖ എന്നാണ്. അന്താരാഷ്ട്ര ദിനാങ്ക രേഖ. 180 ഡിഗ്രി രേഖാംശം അറിയപ്പെടുന്നത് അന്താരാഷ്ട്ര ദിനാങ്ക രേഖ. ക്ഷാരപദാർത്ഥങ്ങൾ ലിറ്റ്മസിന്റെ നിറം ചുവപ്പിൽ നിന്നും ഡാഷ് ആക്കുന്നു. ക്ഷാരപദാർത്ഥങ്ങൾ ലിറ്റ്മസിന്റെ നിറം ചുവപ്പിൽ നിന്നും നീലയാക്കുന്നു. ചുവപ്പിൽ നിന്നും നീലയാക്കുന്നത് എന്താണ്? ക്ഷാരപദാർത്ഥങ്ങളാണ്. ഭാഷാടിസ്ഥാനത്തിൽ കേരള സംസ്ഥാനം രൂപീകരിക്കുന്നതിന് വേണ്ടി 1947 തൃശ്ശൂരിൽ നടന്ന ഐക്യ കേരള കൺവെൻഷനിൽ അധ്യക്ഷത വഹിച്ചത് ആരാണ്? ഭാഷാടിസ്ഥാനത്തിലെ കേരള സംസ്ഥാനം രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ട് 1947 തൃശ്ശൂരിൽ നടന്ന ഐക്യ കേരള കൺവെൻഷനിൽ അധ്യക്ഷത വഹിച്ചത് കെ കേളപ്പനാണ്. കെ കേളപ്പൻ. വർത്തമാന പുസ്തകം എന്ന ആദ്യ മലയാള യാത്രാ വിവരണം എഴുതിയത് ആര്? ആദ്യത്തെ മലയാള യാത്രാ വിവരണം ഏത് എന്ന് ചോദിച്ചാൽ വർത്തമാന പുസ്തകമാണ്. അപ്പോൾ വർത്തമാന പുസ്തകം എന്ന ആദ്യത്തെ മലയാള യാത്രാ വിവരണം എഴുതിയത് ആരാണ്? പാറമേക്കാൽ തോമാ കത്തനാറാണ്. പാറമേക്കാൽ തോമാ കത്തനാർ. കേരള സംസ്ഥാനം രൂപം കൊണ്ട തീയതി. കേരള സംസ്ഥാനം രൂപം കൊണ്ടത് 1956 നവംബർ 1-നാണ്. 1956 നവംബർ 1-നാണ് കേരള സംസ്ഥാനം രൂപം കൊണ്ടത്. ഐക്യരാഷ്ട്രസഭ UN നിലവിൽ വന്നത് എന്നാണ്? ഐക്യരാഷ്ട്രസഭ നിലവിൽ വന്നത് 1945 ഒക്ടോബർ 24-നാണ്. 1945 ഒക്ടോബർ 24-നാണ് ഐക്യരാഷ്ട്രസഭ നിലവിൽ വന്നത്. ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആര്? ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് MS സ്വാമിനാഥനാണ്. ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? MS സ്വാമിനാഥൻ. മൊറാഴ സമരം നടന്ന വർഷം, സ്ഥലം. മൊറാഴ സമരം നടന്നത് 1940 കണ്ണൂരിലാണ്. മൊറാഴ സമരം നടന്ന വർഷം ഏതാണ്? 1940 എവിടെ വെച്ചാണ്? കണ്ണൂരിലാണ് മൊറാഴ സമരം നടന്നത്. കയ്യൂർ സമരം നടന്ന നദീതീരം ഏത്? കയ്യൂർ സമരം നടന്ന നദീതീരം കരിയങ്കോട് നദി. കരിയങ്കോട് നദീതീരത്താണ് കയ്യൂർ സമരം നടന്നത്. കരിയങ്കോട് നദി. കയ്യൂർ സമരത്തെ ആസ്പദമാക്കി ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത സിനിമ ഏത്? കയ്യൂർ സമരത്തെ ആസ്പദമാക്കി ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത സിനിമയാണ് മീനമാസത്തിലെ സൂര്യൻ. മീനമാസത്തിലെ സൂര്യൻ സംവിധാനം ചെയ്തത് ലെനിൻ രാജേന്ദ്രൻ. ഏത് സമരത്തെ ആസ്പദമാക്കിയിട്ടാണ്? കയ്യൂർ സമരത്തെ ആസ്പദമാക്കിയിട്ടാണ്. സിനിമയുടെ പേര് മീനമാസത്തിലെ സൂര്യൻ. കുണ്ടറ വിളംബരം നടത്തിയത് ആര്? അടുത്ത ചോദ്യം. കുണ്ടറ വിളംബരം നടത്തിയത് ആരാണ്? വേലുത്തമ്പി ദളവയാണ് കുണ്ടറ വിളംബരം നടത്തിയത്. കുണ്ടറ വിളംബരം നടത്തിയ സ്ഥലം ഏതാണ്? കുണ്ടറ വിളംബരം എവിടെയാണ്? എവിടെ വെച്ചാണ് നടത്തിയത്? കുണ്ടറയിലെ ഇളമ്പള്ളു ക്ഷേത്രത്തിൽ വെച്ചാണ് കുണ്ടറ വിളംബരം നടത്തിയത്. കുണ്ടറയിലെ ഇളമ്പള്ളു ക്ഷേത്രം. കുറിച്യ കലാപത്തിന്റെ പ്രധാന കാരണം ഗോത്രവർഗക്കാരായ കുറിച്യരുടെയും കുറുമ്പരുടെയും മേൽ ബ്രിട്ടീഷുകാർ നികുതി ഏർപ്പെടുത്തിയതാണ്. നികുതി ഏർപ്പെടുത്തിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആരാണ്? കുറിച്യ കലാപത്തിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഗോത്രവർഗക്കാരായ കുറിച്യരുടെയും കുറുമ്പരുടെയും മേൽ ബ്രിട്ടീഷുകാർ നികുതി ഏർപ്പെടുത്തിയതാണ്. നികുതി ഏർപ്പെടുത്തിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആര്? തോമസ് വാർഡൻ ആണ്. നികുതി ഏർപ്പെടുത്തിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആരാണ്? തോമസ് വാർഡൻ. കുറിച്യ ലഹളയുടെ നേതാവ് ആര്? കുറിച്യ ലഹളയുടെ നേതാവ് രാമനമ്പി. കുറിച്യ ലഹളയുടെ നേതാവ് ആരായിരുന്നു? രാമനമ്പി. കുറിച്യ ലഹളയുടെ മുദ്രാവാക്യമോ? കുറിച്യ ലഹളയുടെ മുദ്രാവാക്യം വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക. അപ്പൊ വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്നത് ഏത് ലഹളയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിക്കും. ഏത് ലഹളയാണ്? കുറിച്യ ലഹളയാണ്. കുറിച്യ ലഹള. വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക.
നിർവൃതി പഞ്ചകത്തിന്റെ കർത്താവ് ആരാണ്? നിർവൃതി പഞ്ചകത്തിന്റെ കർത്താവ്, നിർവൃതി പഞ്ചകം ശ്രീനാരായണ ഗുരുവിന്റെ കൃതിയാണ് നിർവൃതി പഞ്ചകം, ശ്രീനാരായണ ഗുരു. ജനന മരണ ദിവസങ്ങൾ പൊതു ഒഴിവായിട്ട് കേരള സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള ഏക വ്യക്തി ആരാണ്? ആരുടെ ജനന മരണ ദിവസങ്ങളാണ് പൊതു ഒഴിവായിട്ട് കേരള സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത്? ശ്രീനാരായണ ഗുരുവിൻ്റെതാണ്, ശ്രീനാരായണ ഗുരു. കോടതിയിൽ ഹാജരാകുന്നതിൽ നിന്ന് തിരുവിതാംകൂർ രാജാക്കന്മാർ ഒഴിവാക്കിയിരുന്ന ഏക വ്യക്തി ആരാണ്? കോടതിയിൽ ഹാജരാകുന്നതിൽ നിന്ന് തിരുവിതാംകൂർ രാജാക്കന്മാർ ഒഴിവാക്കിയിരുന്ന ഏക വ്യക്തി ശ്രീനാരായണ ഗുരുവാണ്. ഏത് നദിയുടെ തീരത്താണ് ശ്രീനാരായണ ഗുരു അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടത്തിയത്? ശ്രീനാരായണ ഗുരു അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടത്തിയത് ഏത് നദിയുടെ തീരത്താണ്? നെയ്യാർ നദിയുടെ തീരത്താണ് അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടത്തിയത്. ഈ ക്ലാസ്സിൽ നിങ്ങൾക്കായിട്ടുള്ള ചോദ്യം, ശ്രീനാരായണ ഗുരു അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടത്തിയ വർഷം കമന്റ് ചെയ്യുക. ശ്രീനാരായണ ഗുരു അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടത്തിയ വർഷം. ശ്രീനാരായണ ഗുരു ആരെയാണ് 1925 തൻ്റെ പിൻഗാമിയായിട്ട് നിർദ്ദേശിച്ചത്? ശ്രീനാരായണ ഗുരു ആരെയാണ് 1925 പിൻഗാമിയായിട്ട് നിർദ്ദേശിച്ചത്? ബോധാനന്ദ സ്വാമികളെയാണ്, ബോധാനന്ദ സ്വാമികൾ. ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ച മഹാകവി ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ആര്? ജി ശങ്കരക്കുറുപ്പാണ്. ജി ശങ്കരക്കുറുപ്പാണ് ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത്, ജി ശങ്കരക്കുറുപ്പ്. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗത്തിന്റെ ആദ്യ സെക്രട്ടറി ആയിട്ട് സേവനമനുഷ്ഠിച്ചത് ആര്? ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗത്തിന്റെ ആദ്യത്തെ സെക്രട്ടറി ആരായിരുന്നു? കുമാരനാശാൻ. കുമാരനാശാനായിരുന്നു ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗത്തിന്റെ ആദ്യ സെക്രട്ടറി. കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? കേരള നവോത്ഥാനത്തിന്റെ പിതാവ് ശ്രീനാരായണ ഗുരുവാണ് കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളുടെ എണ്ണം എത്രയാണ്? കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളുടെ എണ്ണം 18 18 വന്യജീവി സങ്കേതങ്ങളാണ്, 18 വന്യജീവി സങ്കേതങ്ങൾ. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതമാണ് പെരിയാർ വന്യജീവി സങ്കേതം. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം ഏത്? പെരിയാർ വന്യജീവി സങ്കേതം. 1934 നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറി സ്ഥാപിച്ചപ്പോൾ തിരുവിതാംകൂർ രാജാവ് ആരായിരുന്നു? 1934 നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറി സ്ഥാപിച്ചപ്പോൾ തിരുവിതാംകൂർ രാജാവായിരുന്നത് ശ്രീ ചിത്തിര തിരുനാളാണ്, ശ്രീ ചിത്തിര തിരുനാൾ. ലോക ബാങ്ക് ബക്കർ ലിപ്പ് പഠന പദ്ധതി നടപ്പാക്കുന്ന വന്യജീവി സങ്കേതം. ലോക ബാങ്ക് ബക്കർ ലിപ്പ് പഠന പദ്ധതി നടപ്പാക്കുന്ന വന്യജീവി സങ്കേതം ഏതാണ്? പെരിയാർ വന്യജീവി സങ്കേതമാണ്, പെരിയാർ വന്യജീവി സങ്കേതം. അയ്യങ്കാളിയുടെ ശവകുടീരം അറിയപ്പെടുന്നത് എങ്ങനെയാണ്? അയ്യങ്കാളിയുടെ ശവകുടീരം അറിയപ്പെടുന്നത് പാഞ്ചജന്യം. പാഞ്ചജന്യം എന്നറിയപ്പെടുന്നത് ആരുടെ ശവകുടീരമാണ്? അയ്യങ്കാളിയുടെ ശവകുടീരമാണ് പാഞ്ചജന്യം എന്ന് അറിയപ്പെടുന്നത്. ആളിക്കത്തിയ തീപ്പൊരി എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ് ആര്? ആളിക്കത്തിയ തീപ്പൊരി എന്നറിയപ്പെടുന്നത് അയ്യങ്കാളിയാണ്, അയ്യങ്കാളി. വിവാദമായ വില്ലുവണ്ടി യാത്ര നടത്തിയ നവോത്ഥാന നായകൻ ആര്? വില്ലുവണ്ടി യാത്ര നടത്തിയ നവോത്ഥാന നായകനാണ് അയ്യങ്കാളി. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുടിപ്പുല്ല് കുരിപ്പിക്കുമെന്ന മുദ്രാവാക്യം ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുടിപ്പുല്ല് കുരിപ്പിക്കുമെന്ന മുദ്രാവാക്യം ആരുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? അയ്യങ്കാളിയാണ്, അയ്യങ്കാളി. പ്രാചീന മലയാളത്തിന്റെ കർത്താവ് ആര്? പ്രാചീന മലയാളം എന്ന കൃതിയുടെ കർത്താവ് ആര്? പ്രാചീന മലയാളം ചട്ടമ്പി സ്വാമികളാണ്. പ്രാചീന മലയാളം എന്ന കൃതിയുടെ കർത്താവ് ചട്ടമ്പി സ്വാമികൾ. സർവവിദ്യാധിരാജ എന്ന പേരിൽ അറിയപ്പെട്ടത് ആര്? സർവവിദ്യാധിരാജ ചട്ടമ്പി സ്വാമിയാണ്. സർവവിദ്യാധിരാജ എന്നറിയപ്പെട്ടത് ആരാണ്? ചട്ടമ്പി സ്വാമി.
ഭരണഘടനാ നിയമനിർമ്മാണ സഭ രൂപീകൃതമായത് എന്ന്. ഭരണഘടനാ നിയമനിർമ്മാണ സഭ രൂപീകൃതമായത് എന്നാണ്. 1946 ഡിസംബർ 6 ഭരണഘടനാ നിയമനിർമ്മാണ സഭ രൂപീകൃതമായത്. 1946 ഡിസംബർ 6. ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ ആദ്യ യോഗം ചേർന്നത് എന്ന്. ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ ആദ്യത്തെ യോഗം ചേർന്നത് 1946 ഡിസംബർ 9. 1946 ഡിസംബർ 9. ഭരണഘടനയിൽ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏത്? ഭരണഘടനയിൽ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 29 മുതൽ 30 വരെയാണ്. ആർട്ടിക്കിൾ 29 മുതൽ 30 വരെയാണ് ഭരണഘടനയിലെ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ. സർവശിക്ഷാ ആപ്തവാക്യം സർവരും പഠിക്കുക, സർവരും വളരുക. അപ്പൊ സർവരും പഠിക്കുക, സർവരും വളരുക എന്നത് ഏതിൻ്റെ ആപ്തവാക്യമാണ്? സർവശിക്ഷാ ആപ്തവാക്യമാണ് സർവരും പഠിക്കുക, സർവരും വളരുക എന്നത്. 44-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത വകുപ്പ് ഏതാണ്? 44-ാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരം ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത വകുപ്പ് ആർട്ടിക്കിൾ 300A ആണ്. ആർട്ടിക്കിൾ 300A. സ്വത്തവകാശം നിയമാവകാശം മാത്രമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി. സ്വത്തവകാശം നിയമാവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി 44-ാമത്തെ ഭരണഘടനാ ഭേദഗതിയാണ്. 1978. അടുത്ത ചോദ്യം വരുന്നത് സ്വത്തവകാശം മൗലിക അവകാശങ്ങളിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ട വർഷം ഏത് എന്ന് ചോദിച്ചാൽ 1978. സ്വത്തവകാശം മൗലികാവകാശങ്ങളിൽ നിന്ന് നീക്കം ചെയ്ത വർഷം 1978. ഭരണഘടനയിൽ മൗലിക അവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? മൗലിക അവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയാണ്. ആർട്ടിക്കിൾ 12 മുതൽ 35 വരെ പ്രതിപാദിക്കുന്നത് മൗലിക അവകാശങ്ങളെ കുറിച്ചാണ്. ഏക പൗരത്വം എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്ന രാജ്യം. ഏക പൗരത്വം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നുമാണ്. ബ്രിട്ടൻ. ആമുഖം എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നതോ? ആമുഖം അമേരിക്കയിൽ നിന്നുമാണ്. അമേരിക്ക. ഭരണഘടനയിൽ ഒപ്പുവെച്ച അംഗങ്ങളുടെ എണ്ണം എത്രയാണ്? ഭരണഘടനയിൽ ഒപ്പുവെച്ച അംഗങ്ങളുടെ എണ്ണം 284 ഭരണഘടനയിൽ ഒപ്പുവെച്ച അംഗങ്ങൾ 284. അജിനോമോട്ടോയുടെ രാസവാക്യം. അജിനോമോട്ടോയുടെ രാസവാക്യം C5H8NNA04. C5H8NNA04. ജാമുകൾ, സ്കോഷുകൾ എന്നിവ കേടുകൂടാതിരിക്കാൻ ഉപയോഗിക്കുന്ന രാസപദാർത്ഥം. ബെൻസോയിക് ആസിഡ് ആണ്. ബെൻസോയിക് ആസിഡ്. ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ച ആദ്യ മലയാള നടൻ ആര്? ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ച ആദ്യത്തെ മലയാള നടൻ PJ ആന്റണി ആണ്. PJ ആന്റണി. വൈദ്യുതിയുടെ വാണിജ്യ ഏകകം കിലോവാട്ട് അവർ. ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നത് സമ്പുഷ്ട യുറേനിയം ആണ്. U-235 ആണ്. സമ്പുഷ്ട യുറേനിയം U-235 ആണ് ന്യൂക്ലിയർ റിയാക്ടറുകളിലെ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നത്. ഹൈഡ്രജൻ ബോംബിന്റെ പ്രവർത്തന തത്വം ന്യൂക്ലിയർ ഫ്യൂഷൻ. CT സ്കാൻ കണ്ടെത്തിയത് ഗോഡ്ഫ്രീ ഹൗൺസ്ഫീൽഡ് ആണ്. CT സ്കാൻ കണ്ടെത്തിയത് ഗോഡ്ഫ്രീ ഹൗൺസ്ഫീൽഡ്. വൈദ്യുത പ്രവാഹ തീവ്രത അളക്കുന്ന ഉപകരണം. അളക്കുന്നത് അമീറ്റർ ആണ്. ജലമയസാകുന്ന താപനില 0 ഡിഗ്രി സെൽഷ്യസ്. ഒപ്റ്റിക്കൽ ഫൈബർ വഴി വിവരവിനിമയത്തിന് സഹായിക്കുന്ന പ്രകാശ പ്രതിഭാസം ഏത്?
ഒപ്റ്റിക്കൽ ഫൈബർ വഴി വിവര വിനിമയത്തിന് സഹായിക്കുന്ന പ്രകാശ പ്രതിഭാസമാണ് പൂർണ്ണാന്തരിക പ്രതിഫലനം. പൂർണ്ണാന്തരിക പ്രതിഫലനം. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഏക തീയതി ഏതാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഏക തീയതി ഏത്? 1949 നവംബർ 26. 1949 നവംബർ 26 എന്ന തീയതിയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഏക തീയതി. തരംഗദൈർഘ്യം കുറഞ്ഞ വർണ്ണം. തരംഗദൈർഘ്യം കുറഞ്ഞ വർണ്ണം ഏത്? വയലറ്റാണ്. വയലറ്റ്. പ്രകാശത്തിന് ഏറ്റവും കൂടുതൽ വേഗതയുള്ളത് ശൂന്യതയിലാണ്. പ്രകാശ വേഗത ശൂന്യതയിൽ എത്രയാണ്? 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ്. 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ് ശൂന്യതയിലെ പ്രകാശത്തിന്റെ വേഗത. വിശിഷ്ട താപധാരിതയുടെ യൂണിറ്റ് ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ. ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ ആണ് വിശിഷ്ട താപധാരിതയുടെ യൂണിറ്റ്. ഭരണഘടനാ നിയമനിർമ്മാണ സഭ ദേശീയ മുദ്രയെ അംഗീകരിച്ചത് എന്ന്? ഭരണഘടനാ നിയമനിർമ്മാണ സഭ ദേശീയ മുദ്രയെ അംഗീകരിച്ചത് എന്നാണ്? 1950 ജനുവരി 26 1950 ജനുവരി 26 ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ മുദ്രയെ അംഗീകരിച്ചത്. കരിമീനിന്റെ ശാസ്ത്രീയ നാമം. കേരളത്തിന്റെ സംസ്ഥാന മത്സ്യമാണ് കരിമീൻ. കരിമീനിന്റെ ശാസ്ത്രീയ നാമം എട്രോപ്ലസ് സുരൈറ്റൻസിസ് എന്നാണ്. എട്രോപ്ലസ് സുരൈറ്റൻസിസ്. ഷിക് ടെസ്റ്റ് എന്ത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഷിക് ടെസ്റ്റ് എന്ത് രോഗവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഡിഫ്തീരിയ. സൂര്യനിൽ നിന്നുള്ള താപം ഭൂമിയിലെത്തുന്ന രീതി ഏതാണ്? സൂര്യനിൽ നിന്നുള്ള താപം ഭൂമിയിലെത്തുന്ന രീതി വികിരണമാണ്. വികിരണം. NW1 ദേശീയ ജലപാത ഏത് നദിയിലൂടെയാണ്? NW1 ദേശീയ ജലപാത ഗംഗാ നദിയിലൂടെയാണ്. ഗംഗ. ബാരിസ് എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ബാരിസ് എന്നറിയപ്പെടുന്നത് പമ്പ നദിയാണ്. ബാരിസ് എന്നറിയപ്പെടുന്ന നദി ഏതാണ്? പമ്പ നദിയാണ് ബാരിസ് എന്നറിയപ്പെടുന്നത്. പമ്പ നദി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ സ്ഥാപിച്ചിരിക്കുന്ന നദി ഏത്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ സ്ഥാപിച്ചിരിക്കുന്ന നദി പെരിയാറാണ്. പെരിയാർ. പഞ്ചായത്ത് രാജിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ബൽവന്ത് റായ് മേത്തയാണ്. ബൽവന്ത് റായ് മേത്ത. താജ്മഹൽ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട വർഷം. താജ്മഹൽ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ടത് 1983 1983. ഇന്ത്യയുടെ ഏറ്റവും വലിയ ഭൂപ്രകൃതി വിഭാഗം ഉപദ്വീപീയ പീഠഭൂമിയാണ്. ഉപദ്വീപീയ പീഠഭൂമി. ഇന്ത്യയിൽ വോട്ടിംഗ് പ്രായം 21 നിന്നും 18 മാറ്റിയ ഭരണഘടനാ ഭേദഗതി. ഇന്ത്യയിൽ വോട്ടിംഗ് പ്രായം 21 നിന്നും 18 മാറ്റിയത് 61ാമത്തെ ഭേദഗതിയാണ്. 61ാം ഭേദഗതി. സിനിമാ തിയേറ്ററുകളിലെ പ്രൊജക്ടറുകളുടെ പ്രവർത്തന തത്വം വിഭംഗനം. കേരളത്തിലെ ഏറ്റവും അധികം കാണപ്പെടുന്നത് കായാന്തരിത ശിലയാണ്. കായാന്തരിത ശില. കൃത്രിമമായി നിർമ്മിച്ച ആദ്യ മൂലകം ടെക്നീഷ്യമാണ്. ടെക്നീഷ്യം. ലോക്പാൽ എന്ന വാക്കിന്റെ അർത്ഥം? ജനസംരക്ഷകൻ. മൈക്രോസ്കോപ്പിന്റെ സഹായത്താൽ ആദ്യമായി കോശങ്ങളെ നിരീക്ഷിച്ച ശാസ്ത്രജ്ഞൻ? റോബർട്ട് ഹുക്ക്. റെഡ് ക്രോസ് സ്ഥാപിതമായ വർഷം? 1863. ചലോ ചലോ ദില്ലി ചലോ എന്ന മുദ്രാവാക്യം ആരുടേതാണ്? ചലോ ചലോ ദില്ലി ചലോ എന്ന മുദ്രാവാക്യം സുഭാഷ് ചന്ദ്രബോസിൻ്റെതാണ്. സുഭാഷ് ചന്ദ്രബോസ്. ലോക സാക്ഷരതാ ദിനമായിട്ട് ആചരിക്കുന്നത്? ലോക സാക്ഷരതാ ദിനം സെപ്റ്റംബർ 8. കേരള പോലീസ് അക്കാദമിയുടെ ആസ്ഥാനം രാമവർമ്മപുരം. തൃശ്ശൂരിലെ രാമവർമ്മപുരം.
ഒരു പദാർത്ഥത്തിന്റെ താപനില 1 ഡിഗ്രി ഉയർത്തുന്നതിന് ആവശ്യമായ താപം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഒരു പദാർത്ഥത്തിന്റെ താപനില 1 ഡിഗ്രി ഉയർത്തുന്നതിന് ആവശ്യമായ താപമാണ് താപധാരിതം. സമുദ്രനിരപ്പിൽ നിന്ന് എത്ര ഉയരം മുതലുള്ള പ്രദേശങ്ങളാണ് മലനാട് എന്നറിയപ്പെടുന്നത്? മലനാട് എന്നറിയപ്പെടുന്നത് സമുദ്രനിരപ്പിൽ നിന്നും 75 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള പ്രദേശങ്ങളാണ്. സമുദ്രനിരപ്പിൽ നിന്നും 75 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള പ്രദേശങ്ങൾ. കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും വലിയ നദി? കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും വലുത് കബനി നദിയാണ്. സ്ലിം ഡിസീസ് എന്നറിയപ്പെടുന്ന രോഗം? സ്ലിം ഡിസീസ് എയ്ഡ്സ് ആണ്. എയ്ഡ്സ്. മേഘങ്ങൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അന്തരീക്ഷപാളി? മേഘങ്ങൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അന്തരീക്ഷപാളി ട്രോപ്പോസ്ഫിയർ ആണ്. ട്രോപ്പോസ്ഫിയർ. പക്കൂയി ടൈഗർ റിസർവ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? പക്കൂയി ടൈഗർ റിസർവ് സ്ഥിതി ചെയ്യുന്നത് അരുണാചൽ പ്രദേശിലാണ്. അരുണാചൽ പ്രദേശ്. പ്രധാനപ്പെട്ട 100 ചോദ്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കിയത്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.